ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാൻഡ്സ് കിച്ചൻ. ഇന്ന് പടവലങ്ങയും പരിപ്പും തേങ്ങ അരച്ച് നാടൻ സ്റ്റൈലിൽ കറി ഉണ്ടാക്കാം. അപ്പം കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. 1/2 കപ്പ് ചെറുപയർ പരിപ്പ് കഴുകി കുതിരാനിട്ടതാണ്. ചെറുപയർ പരിപ്പ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ കുതിർന്ന പരിപ്പിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് നമുക്ക് കുക്കറിൽ ഒരു 2 വിസിലടുപ്പിക്കണം. പരിപ്പ് വേകുമ്പോഴത്തേക്ക് പടവലങ്ങ ഒരു മീഡിയം സൈസിൽ നീളത്തിലരിഞ്ഞതും 2 പച്ചമുളകും ഒരു തക്കാളിയുടെ പകുതിയും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. പരിപ്പ് വെന്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഉടഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പരുവത്തിന് വേവിച്ചെടുത്താൽ മതി. നമുക്കിതിലേക്ക് പടവലങ്ങയും തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് ഒരു 2 വിസിലും കൂടെ അടുപ്പിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പരിപ്പൊന്നും കൂടെ വെന്തുടയും. അരപ്പിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങയിലേക്ക് ചെറിയ ജീരകവും ഒരു നുള്ളി ചെറിയ ജീരകവും 2 പീസ് വെളുത്തുള്ളിയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാമേ. വേവിച്ചെടുത്ത പരിപ്പിലേക്കും പടവലങ്ങയിലേക്കും അരച്ച അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് എണ്ണയും കടുകും 2 വറ്റൽമുളകും കറിവേപ്പിലും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് മൂപ്പിച്ച് താളിക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചോറിൻ്റെയൊക്കെ കൂടെ ഈ ഒറ്റ കറി മതിയാകും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വേറൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.